അത്രയും ചെളിയാക്കിയാ ഇതൊക്കെ വല്ല സർവീസ് സെന്ററിൽ കൊടുത്ത് കഴുകി കുടിച്ചൂടെ? നിന്റെ ജോലി നോക്കിയ പോടാ. എന്റെ വീട്ടിൽ വന്നല്ലോ ഞാൻ കഴിയണത്. എന്റെ വീട്ടിൽ നിന്നില്ല കഴിയണത്. ആരെ വീട്ടിലായാലേ ഈ വെള്ളം ഈ ഒരു കിണറ്റിൽ നിന്നാണ് പോണത്. മോട്ടർ എപ്പോഴെപ്പോഴും അടിച്ചു തരാൻ പറ്റില്ല കേട്ടാ. പകുതി പൈസ ഞാനും തരണല്ലേ? എവിടെ തരണം? തരാതെ നിനക്ക് വണ്ടിയില്ലാന്ന് പറഞ്ഞ്. നാളെ ഇങ്ങോട്ട് നോക്ക്. നാളെ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നീ രാവിലെ അങ്ങോട്ടൊന്ന് വാ. വന്നിട്ടേ നിന്റെ പൊണ്ണ തടിയൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അവിടെ ആവുമ്പോൾ പൈസയും കൊടുക്കണ്ടേ? ഈ ഒരു കാര്യം എന്തായാലും നീ സംഘടിപ്പിച്ചേക്കണല്ലേ. ആദ്യം അതിന്റെ ഉദ്ഘാടനം എന്ന പരിപാടിയിൽ നീ തന്നെ നിന്റെ ചൊറിച്ചിലുണ്ടല്ലോ അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക് കേട്ടാ. നിനക്ക് ഈടായിട്ട് ഇച്ചിരി കൂടുതലാ. പിന്നെ നിന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, കുടുംബക്കാരൊക്കെ, അവരെ കൊണ്ട് കാണിക്കുക, അവരെ കാണിച്ച് ചികിത്സിക്കുക കേട്ടാ. എടാ എനിക്ക് ബന്ധുക്കളായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. നിനക്ക് അതെങ്കിലും ഉണ്ടോടാ? നിന്റെ സ്വഭാവം അനുസരിച്ച് ആരുണ്ടാ നിനക്ക് ബന്ധുക്കളായിട്ട്? ഇപ്പം എൻ്റെ ബന്ധുക്കളെ നിനക്ക് ഇനി ആരെ കാണണം? വേണ്ട, ഇവിടെ എൻ്റെ പെങ്ങൾ വന്നു പോകുന്നുണ്ട്, അവളെ മോൻ വന്നു പോകുന്നുണ്ട്, അവളെ കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ അവർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് ഇനി ആരെ കാണും? പിന്നെ എൻ്റെ അളിയ അവിടെ ജോലിയുണ്ട്. അല്ല, നിന്റെ ബന്ധുക്കളായിട്ട് നിനക്ക് നിന്റെ പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ലേടേ? എവിടെ പോയാ അവരൊക്കെ? ഇപ്പൊ തൽക്കാലം വരാൻ അവരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് വേറെ ജോലിയും കൂലിയൊക്കെ ഉണ്ട്. നിന്റെ കുടുംബക്കാരെ പോലെ പണിയൊന്നും ഇല്ലാതിരിക്കണവരല്ല അവര്. അതെനിക്ക് മനസ്സിലായി. അവർക്കൊക്കെ ജോലി വേണമല്ലോ. ആരെങ്കിലും ഒരാൾ വേണമല്ലോ കുടുംബത്തിൽ ജോലി ഇല്ലാതെ. ആയിക്കോട്ടെ. അതിന് കിട്ടുക നമ്മളെ തങ്കത്തിന്റെ ഒരു അമ്മ വേണ്ടല്ലോ, അങ്ങനെ ഈ വഴിയൊന്നും വരക്കില്ലേടെ ഇപ്പം? അയാളൊക്കെ ഭയങ്കര തിരക്ക്, കൃഷിയും കാര്യങ്ങളായിട്ട് പോണ ആളാണ്. ആപ്പ ഉപ്പൊന്നുമല്ല. നീ എത്ര ഏക്കറിന്റെ ഉടമയാണ് അയാള്. ഈ എത്ര ഏക്കറിന്റെ ഉടമയ്ക്ക് ഇവിടെ വന്നൊന്ന് കണ്ടുകൂടി? പിന്നെ നിന്റെ അടുത്ത് കഥ പറയാൻ സമയമില്ല. എനിക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു കുത്തിയിരിപ്പുണ്ട്. എവിടെ പോണേ? സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു കുത്തിയിരിപ്പ് സമരം ഉണ്ടായി. നിനക്ക് ഈ പൊണ്ണ തടി വെച്ചിട്ട് കുത്തിയിരിക്കാനൊക്കെ പറ്റുമോടാ? എടാ ഞാനേ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി തലകുത്തി മറിയും, ചിലപ്പോൾ തലകുത്തിനെ നിൽക്കും, ചിലപ്പോൾ ഇരിക്കും, കിടക്കും, പലതും ചെയ്യും. നിനക്കെന്തരാ? മറ്റേ രാമനെ പോലെ ആട് രാമ നീ ചെയ്യും, എനിക്കറിയാം. ഞാൻ പലതും ചെയ്യും. എന്താണ് രാവിലെ തന്നെ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ കൊച്ചു സംഭാഷണം? ഓ, എന്റെ കെട്ടിയൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. കഥയുണ്ടാക്കാൻ മിടുക്കനാണല്ലോ. എന്താ തങ്കം നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടലെന്ന്. കേട്ടാമ്പളി നല്ലതിനല്ല നിനക്ക് കളിക്കുന്നവൻ. ക്ലീറ്റോ എന്താണ്? ഒന്നും വന്നേ ക്ലീറ്റോ? കഷ്ടമാണ് കഷ്ടം. എന്താ ക്ലീറ്റോ രാവിലെ കിടന്ന് അതിലൊക്കെ തീർത്ത് വന്നെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഒരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. അവന് എന്തിന്റെ അസുഖമാണ്? ബാക്കിയെല്ലാം കഴിഞ്ഞു. അവനിപ്പോ പുതിയ സൂക്കേട്. നമുക്ക് ബന്ധുക്കളില്ലേന്ന്. ഇവിടെ ആരും വരണ കാണാനില്ലല്ലോ. എന്റെ ക്ലീറ്റോ അമ്പളിക്കുടൻ ചേട്ടൻ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് എടുത്താ പോരെ. ചാർലി ചാപ്ലിന്റെ കൊച്ചുമോനല്ലേ തമാശ പറയാൻ? ഭയങ്കര തമാശ തന്നെ. അപ്പൊ അതെന്താ തല്ലുപിടിക്കാനുള്ള കാര്യമാണ്? നിങ്ങൾ ഇദ്ദേഹത്തിന് ഇടക്കിടക്ക് ഇതിന്റെ ഈ ഉമ്മറത്തോട്ട് ചാടി ചാടി പോണ എന്തിനാ? നീ ഒരു കാര്യം, ഒരു കടുക് എടുക്കുവോ? ഞാൻ അതിനകത്ത് ഒളിച്ചിരിക്കാം. എന്റെ വീട്ടിന്റെ മുറ്റത്ത് എനിക്ക് ഇറങ്ങണ്ടോടി? വീട്ടിൽ മുറ്റത്തോട്ട് ഇറങ്ങണമെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ വേണ്ടത്? എന്താ? അല്ല, ഞാൻ മിണ്ടാതെ അവിടെ നിന്നാലേ അവൻ എന്നോട് ഇങ്ങോട്ട് അവനല്ലാതും ബന്ധുക്കാരെ ചോദിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അല്ല, അവൻ എന്തിനാ ഇത് അന്വേഷിക്കണത്? നമുക്ക് ബന്ധുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ വരും, വന്നില്ലാതിരിക്കും. അതൊക്കെ ഇവൻ അറിയേണ്ട കാര്യം എന്താണ്? അവന്റെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചോദിക്കണുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു കാര്യമില്ല. പിന്നെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. വേറെ സൈഡ് നോക്കിയാൽ അത് കാര്യം തന്നെയാണ്. ആഴ്ചയിൽ 8 ദിവസം ഇവിടെ വന്നോണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളിപ്പോ തിരിഞ്ഞു പോലും നോക്കണ്ട. അയാൾക്ക് എന്താ നിന്നെ ലിസ്റ്റിൽ നിന്ന് വെട്ടി അയാള്. ആരുടെ കാര്യം പറയണേ? നിന്റെ അമ്മാവൻ, കഴകേശനമ്മാവൻ. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയണം. എന്താ അമ്മാവൻ ഇങ്ങോട്ട് വരാത്തത്? എന്ത് വരാത്തത്? അയാൾക്ക് വേണ്ട. അത് തന്നെ ആലപ്പുഴ പോണുണ്ടല്ലോ മാസം മാസം. നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എന്താ അറിയില്ലെന്ന്? എന്റെ അമ്മാവനെ ഇവിടുന്ന് കരഞ്ഞണ്ട ഇറങ്ങിപ്പോയത് നിങ്ങൾ ഒരാള് കാരണം. ഞാൻ എന്ത് ചെയ്തു? അയ്യോ, ഓർമ്മയില്ല. അമ്മാവൻ എന്തിനോട് വന്നിട്ട് കരയണം? നെയ്യാറ്റിൻകരയിലെ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നെയ്യാറ്റിൻകരത്തെ എന്റെ പൊന്നു മോളെ, അത് അമ്മാവന്റെ സമയദോഷമല്ല, അമ്മാവന്റെ നല്ല സമയമായിട്ട് അത് ഒഴിവായി പോയി. ഒന്നും പറയണ്ട ക്ലീറ്റോ. അന്ന് എന്താ സംഭവിച്ചത്? നെയ്യാറ്റിൻകരയിൽ നിങ്ങളുടെ ബന്ധുവിന്റെ വീടിന്റെ അടുത്ത് നല്ല പെണ്ണുണ്ട്, തങ്കക്കുടവാണ്, മുടി ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞ അമ്മാവനെ ഇളക്കി വിട്ടതാരാ? അയ്യോ, അതെ, ആ ബ്രോക്കർ ആദ്യം വന്ന് പറഞ്ഞു ഇത്രയും നല്ല തറവാടി ലോകത്തിലാണ്. അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോൾ ഇതുപോലത്തെ ഒരു തറ ഫാമിലി വേറെ ഇല്ല. എന്നാ പിന്നെ എന്തിനാ അമ്മാവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്? നിങ്ങൾ തലേ ദിവസം വരെ അമ്മാവന്റെ അമ്മാവന്റെ കാശ് ഞാനല്ല മേടിച്ചത്, അത് ആ ബ്രോക്കർക്ക് കൊടുത്തു. അയാൾ വരാൻ പോണതിന് പിന്നെ ചെലവില്ലേ? പാവം മനുഷ്യനെ പട്ടിനെ പോലെയിട്ട് നിങ്ങൾ കളിപ്പിച്ചില്ലേ? ഇന്ന് കൊണ്ടാവാ അമ്മാവാ. അയ്യോ, ഇന്ന് ആ പെണ്ണിന് കോളേജിൽ പോണം, അവള് ടൈപ്പിന് പോയി, മറ്റെടുത്ത് പോയി, മറിച്ചെടുത്ത് പോയി. എത്ര നാൾ നിങ്ങൾ ഇട്ട് വട്ട് കളിപ്പിച്ചു? അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാ അങ്ങനെ ഒരു പെണ്ണില്ല. ഞാൻ ഈ ബ്രോക്കർ പറഞ്ഞു കേട്ടിട്ടാണല്ലോ. സംഭവം വേറൊരു സംഭവം കൂടെ പറയട്ടെ. സത്യത്തിൽ നടക്കാത്ത ഞാൻ പെണ്ണിനെ വേറെ 1-2 പേരായിട്ട് ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ചു. സത്യം. അല്ല, എനിക്ക് അപ്പൂപ്പനെ കൊണ്ടുവരാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? കല്യാണത്തിന് കാര്യം പറഞ്ഞാൽ മതി, വരും.
പിന്നെ ആ കുഞ്ഞുവായില് വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. കല്യാണം നീ നോക്കി വെച്ചിട്ടുണ്ടാവല്ലോ അപ്പൂപ്പനെ. ഓ അപ്പൂപ്പനെ ഞങ്ങൾ കെട്ടിച്ചോളാം കേട്ടാ, നീ ഉഷാറാവണ്ട. എന്തോ നീയാണ് ഇത് ഗ്ലാസ് കുടുങ്ങിപ്പോയിന്നേ. ഇരിക്കട്ടെ, ഗമയ്ക്ക് ഇരിക്കട്ടെ. 2 ഗ്ലാസ്സിലൊക്കെ നമ്മൾ ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന ആളുകളാണെന്ന് അറിയട്ടെ. ഓ കണ്ടാലും പറയും. ഞാൻ നോക്കട്ടെ, അപ്പൂപ്പൻ വേണമെങ്കിൽ വരട്ടെ. അല്ലാതെ ഇനിയിപ്പം നിർബന്ധിച്ച് ഞാൻ താങ്ങിയൊന്നും ഞാൻ കൊണ്ടുവരാനൊന്നും ശ്രമിക്കുക കാര്യം ഞാൻ അല്ല പറയാം. പിന്നെ വേറൊരു സംഗതി ഉണ്ട്. എന്തോന്ന്? അമ്മാവൻ വരാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ഇവിടെ വന്ന അമ്മാവന്റെ പോക്കറ്റ് കാലിയാവുമല്ലോ. അല്ല അവിടെയാണെങ്കിലേ കനകം നോക്കിക്കോളും. ഇവിടുത്തെ അവസ്ഥ അതല്ലല്ലോ. അത് പറയല്ലോ. ഇവിടെ അങ്ങനെ വന്ന ദിവസങ്ങളിലൊന്നും ഒരു കുറവുമില്ലാതെ ഞാൻ അന്തസ്സായിട്ട് തന്നെ അയാളെ നോക്കിയത്. എന്തോ ഒന്നും കൂടി പറഞ്ഞ് കേട്ടില്ല ശരിക്കും. ഇവിടെ വന്ന ദിവസങ്ങളിലൊക്കെ ഒരു കുറവും ഇല്ലാതെ നമ്മൾ നോക്കിയില്ലേ? നമ്മള് നീ തരുമ്പോ ഞാൻ അന്തസ്സായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അയാളെ നോക്കിട്ട് തന്നെയാണ്. അതങ്ങ് ക്ലിയർ ആയിട്ട് പറ. ഞാൻ തരും, അത് നിങ്ങൾ ചെലവാക്കും, അങ്ങനെ പറ. തങ്കം, നീ ഇപ്പോഴും ഞാൻ, നീ, നമ്മള്, നിങ്ങള് അങ്ങനെയാണ്. ഉണ്ട് എനിക്കത് നല്ല. ഞാൻ എന്നവരെ അങ്ങനെ ചിന്തിച്ചിട്ടല്ല. ഞാൻ നമ്മൾ എന്നുള്ളൊരു. അയ്യോ അല്ല അമ്മ, അപ്പൂപ്പനെ കൊണ്ടുവരണമെങ്കിൽ എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണോ ഐഡിയ? അതും അറിയില്ല, പക്ഷെ കണ്ടോ വരും. പിന്നെ എവിടെ ഐഡിയ ഉണ്ടോ അയാളിപ്പോ ഉടനെ എന്തായാലും വരും. നീ ആ ബുദ്ധിയൊക്കെ ആ ബുക്കിൽ ചെലവാക്കാൻ നോക്ക്. വീണ്ടും അത് ഒരുമിച്ച ഇല്ല അതേനാ. ചായ എടുക്കും തുടങ്ങി. Alien versus Alien.